അതായത് ബി ജെ പി നേതാക്കൾക്കെതിരെ കേസില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. കേസുണ്ട്, പല നേതാക്കൾക്കെതിരെയും കേസുണ്ടാവും. അവർ ബി ജെ പിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ കേസ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ട്. ആ നിലയ്ക്ക് പല ബി ജെ പി നേതാക്കന്മാർക്ക് എതിരെയും ഈ നിലയ്ക്ക് ഇ ഡിയുടെ അന്വേഷണമോ ഇടപെടലോ നേതാക്കളായിരുന്ന പലർക്കെതിരെയും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുംബൈയിൽ, ഷിംലയിൽ, ബാംഗ്ലൂരുവിൽ, ഇവിടെയെല്ലാം, രാജസ്ഥാനിൽ, ഇവിടെയെല്ലാം ഈ പണി ഇ ഡി ചെയ്തിട്ടുണ്ട്. ഏതാണ് ഈ രീതിയിൽ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന ഇടപാട്, ഒരു ഗുണ്ടാ സംഘം പോലെ ആ നിലയ്ക്ക് കൈക്കൂലി വാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ ഈ ഇ ഡിക്കെതിരെ ഈ ആരോപണം ഉയരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റക്കെട്ടായി അതെന്താണെന്ന് പരിശോധിക്കാനും അന്വേഷിക്കാനുമുള്ള നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു ദളിത് സ്ത്രീയെ, യുവതിയെ ക്രൂരമായി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ, അതായത് അവരെ മാനസികമായി അങ്ങേയറ്റം തകർക്കുന്ന ഒരു നിലപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എന്താണ് വൈകിയായാലും ഭരണകൂടം ചെയ്യുന്നത്? ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാർട്ടികളെല്ലാം, ഭരണ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ഒറ്റക്കെട്ടായി വിമർശിക്കുക. ഇവിടെ ഇ ഡിക്കെതിരെ ഒരു വിഷയം വന്ന ഉടനെ തന്നെ മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശക്തമായി ഇ ഡിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ രംഗത്തെത്തി. എന്ത് വിചിത്രമായ കാഴ്ചയാണത്! കാരണം അദ്ദേഹം പറയാണ്, പോലീസുകാരൊക്കെ കേസിൽ പെടുന്നില്ല, ഇവിടെ പല പോലീസുകാരും ഇത്തരം കൈക്കൂലി കേസിലൊക്കെ പെടുന്നുണ്ടല്ലോ, അപ്പോൾ ഇ ഡി അങ്ങനെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കേസിലൊക്കെ പെടും, അത്രയേ ഉള്ളൂ, അങ്ങനെ കരുതിയാൽ മതിയെന്ന്.